അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ബഹുമാനമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, മൻഖൂസ് മൗലിദ് വിശദീകരണം ഭാഗം 6. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മഹാനായ മഖ്ദൂം തങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളെ പ്രതിപാദിക്കുന്ന സൂറത്തുത് തൗബയിലെ 128-ാമത്തെ ആയത്താണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ആയത്തിൽ അല്ലാഹു തആല ഹബീബായ നബി തങ്ങളുടെ പ്രധാനപ്പെട്ട 5 വിശേഷണങ്ങളാണ് പരാമർശിക്കുന്നത്. ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് തീർച്ചയായും വന്നിരിക്കുന്നു, റസൂലുൻ, ഒരു പ്രവാചകൻ, മിൻ അൻഫുസിക്കും, നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകൻ. ഒന്നാമത്തെ വിശേഷണം, അറബികളാകുന്ന നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, അറബികളിലെ ഏതു കബീലയാണെങ്കിലും ആ കബീലയുമായിട്ടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അപ്പൊ അറബികളിൽപ്പെട്ട ഒരു പ്രവാചകൻ, മിൻ അൻഫുസിക്കും. മറ്റൊരായത്തിൽ കാണാം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്, അവരിൽ പെട്ട ഒരു പ്രവാചകനെ കൊണ്ട്, അവരിൽപ്പെട്ട ഒരു പ്രവാചകനെ അവരിൽ അല്ലാഹു തആല നിയോഗിച്ചു. ഈ വിശേഷണം നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകൻ എന്ന് പറയാൻ എന്താണ് കാരണം? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കാൻ അറബികളെ പ്രേരിപ്പിക്കലാണ്. നിങ്ങളിൽപ്പെട്ട പ്രവാചകനാണ്, അതുകൊണ്ട് ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കണം. നിങ്ങളിൽപ്പെട്ട ഒരു റസൂലാണ്, ആ റസൂലിനെ നിങ്ങൾ സേവനം ചെയ്യണം, എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം. അപ്പോൾ ആ റസൂലിന് ഈ ദുനിയാവിൽ എന്തെല്ലാം ഉയർച്ച ലഭിക്കുന്നുണ്ടോ, എന്തെല്ലാം അധികാരം ലഭിക്കുന്നുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുള്ളതാണ്, നിങ്ങളുടെ പ്രതാപത്തിന് കാരണമുള്ളതാണ്. കാരണം ആ പ്രവാചകൻ നിങ്ങളിൽപ്പെട്ടയാളാണ്. നിങ്ങളിൽപ്പെട്ട ആ പ്രവാചകനുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്കും അഭിമാനിക്കാൻ വകയുള്ളതാണ്. ഇതാണ് മിൻ അൻഫുസിക്കും എന്ന പരാമർശം കൊണ്ട് ഉദ്ദേശം. ഇതുപോലെ ഒരുപാട് തഫ്സീറുകൾ വേറെയുമുണ്ട്. മറ്റൊരു തഫ്സീറായിട്ട് പറയുന്നത്, നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകൻ എന്നതുകൊണ്ട് ഉദ്ദേശം ആ പ്രവാചകനെ നിങ്ങൾക്കറിയാം, ആ പ്രവാചകൻ സത്യസന്ധനാണെന്നും വിശ്വസ്തനാണെന്നും എല്ലാ തിന്മയിൽ നിന്നും എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നയാളാണെന്നും നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ആ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ നിങ്ങൾക്ക് ആഫത്ത് വരുന്നത് ഒഴിവാക്കാനും നിങ്ങൾക്ക് നന്മയുണ്ടാകാനും അങ്ങേയറ്റം ആഗ്രഹിക്കുന്നയാളാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള ഒരു പ്രവാചകനെ അള്ളാഹു നിങ്ങൾക്ക് അയക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അള്ളാഹു തആല ചെയ്ത വലിയൊരു നിഅമത്താണ് എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ വിശേഷണമാണ് മിൻ അൻഫുസിക്കും, ആ പ്രവാചകൻ നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. മറ്റൊന്ന്, രണ്ടാമത്തെ വിശേഷണം, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നതെല്ലാം ആ പ്രവാചകന് വലിയ സങ്കടമാണ്, വലിയ വിഷമമാണ്. നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നേരിടുന്നത് ആ പ്രവാചകന് വലിയ മനോവിഷമം ഉണ്ടാകുന്ന കാര്യമാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ആപത്തുകളിൽ ഏറ്റവും വലിയതാണ് അല്ലാഹു തആലയുടെ ശിക്ഷ. അപ്പൊ ആ ശിക്ഷ നിങ്ങളിൽ നിന്ന് തട്ടിക്കളയാൻ ആ പ്രവാചകന് വലിയ താല്പര്യമാണ്. ആ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ ഒരു രാത്രിയിൽ പള്ളിയിൽ നിസ്കരിച്ചു.
റസൂലുള്ളാഹി തങ്ങളുടെ നിസ്കാരം കണ്ടുകൊണ്ട് കുറെ ആളുകൾ നിസ്കരിച്ചു. അടുത്ത രാത്രിയും റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചപ്പോൾ ആളുകൾ വർദ്ധിച്ചു. മൂന്നാമത്തെ രാവിലും റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരം ആവർത്തിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഈ നിസ്കാരത്തിന്റെ വിവരം കേട്ടുകൊണ്ട് ആളുകൾ പിന്നെയും വല്ലാതെ കൂടിപ്പോയി. പക്ഷേ അടുത്ത രാത്രിയിൽ റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലേക്ക് വന്നില്ല. സ്വഹാബത്ത് കാത്തിരുന്നു, പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ വന്നില്ല. പ്രഭാതമായപ്പോ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ ആശങ്ക മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ ആ ഒരു ആകാംക്ഷ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഇന്നലെ നിങ്ങൾ കാത്തിരുന്നത് എനിക്കറിയാം, നിങ്ങളുടെ വിഷമം എനിക്കറിയാം. ഞാൻ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ കാരണം നിങ്ങളുടെ ഈ നിസ്കാരത്തിന്റെ ഉന്മേഷം കണ്ടുകൊണ്ട്, ആ ഒരു അത്യുത്സാഹം കണ്ടുകൊണ്ട് അല്ലാഹു തആല ഈ നിസ്കാരമെങ്ങാൻ നിങ്ങൾക്ക് ഫർളാക്കി കളയുമോ എന്ന് ഞാൻ പേടിച്ചു. കാരണം സ്വഹാബത്ത് ആ നിസ്കാരത്തിലേക്ക് വരുന്ന വലിയ താല്പര്യത്തിലാണ്, വലിയ ഉന്മേഷത്തിലാണ്, വലിയ ഉത്സാഹത്തിലാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിന് ആ നിസ്കാരം ഫർളാക്കുമോ എന്ന് റസൂലുള്ളാഹി പേടിച്ചു. ഫർളാക്കി കഴിഞ്ഞാലോ, ആ നിസ്കാരം ഒഴിവാക്കിയാൽ അത് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ വരാതിരുന്നത്. നോക്കൂ നിങ്ങൾ, ആ ശിക്ഷ ലഭിക്കുക എന്നുള്ളത്, നമുക്കൊരു വിഷമം ഉണ്ടാകുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപേക്ഷിച്ച് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്, വലിയ സങ്കടമാണ്. ഇതാണ് രണ്ടാമത്തെ വിശേഷണം, അസീസുൻ അലൈഹി മാ അനിത്തും. മൂന്നാമതായി കൊണ്ട് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത്, നിങ്ങൾ മുഅ്മിനീങ്ങളാവുക എന്നുള്ളത്, നിങ്ങൾക്ക് നന്മയുണ്ടാകുക എന്നുള്ളത്, ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നുള്ളത് ആ പ്രവാചകന് വലിയ അത്യാഗ്രഹമാണ്, വലിയ ആഗ്രഹമാണ്. ഇതാണ് മൂന്നാമത്തെ വിശേഷണം. നാലാമതായിക്കൊണ്ടും അഞ്ചാമതായിക്കൊണ്ടും അല്ലാഹു തആല പറയുന്നത് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആ റസൂൽ മുഅ്മിനീങ്ങൾക്ക് വലിയ ദയ ചെയ്യുന്നയാളാണ്, വലിയ കരുണയുള്ളയാളാണ്. ഈ രണ്ട് പേരുകൾ റഊഫ്, റഹീം, ഇത് രണ്ടും അള്ളാഹുവിന്റെ പേരാണ്. ഈ രണ്ട് പേരുകളെ കൊണ്ടാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹുസൈൻ ബിൻ ഫളൽ തങ്ങൾ പറയുന്നുണ്ട്, മുൻപ് കഴിഞ്ഞുപോയ ഒരു അമ്പിയാക്കൾക്കും ഒരു നബിക്കും തന്നെ അള്ളാഹുവിന്റെ ഈ രണ്ട് പേരുകൾ ഒന്നിച്ചു കൊടുത്തിട്ടില്ല. അത് കൊടുത്തിട്ടുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമാണ്. ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. മുഅ്മിനീങ്ങൾക്ക് ആ പ്രവാചകൻ വലിയ കാരുണ്യം, വലിയ ദയവും അലിവും ചെയ്യുന്നയാളാണ്. ഈ രണ്ട് വിശേഷങ്ങൾ തന്നെയാണ് അല്ലാഹു തആലയെ കുറിച്ച് അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. തീർച്ചയായും അല്ലാഹു തആല ജനങ്ങൾക്ക് വലിയ റഅഫത്തും റഹ്മത്തും ചെയ്യുന്നയാളാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ വിശേഷണം റഊഫുൻ റഹീം, അതേ രണ്ടു വിശേഷണങ്ങളാണ് ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പറയുന്നത്. പക്ഷെ രണ്ടും വ്യത്യാസമുണ്ട്. അള്ളാഹുവിൻ്റേത് സ്വന്തമായുള്ളതാണ്, റസൂലുള്ളാഹി തങ്ങളുടേത് അള്ളാഹു നൽകിയതാണ്, തുടങ്ങിയ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ മുഅ്മിനീങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നയാള്, മുഅ്മിനീങ്ങൾക്ക് റഅഫത്ത് ചെയ്യുന്നയാള് എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. മുഅ്മിനീങ്ങളെ കുറിച്ച് മാത്രം പറയാൻ കാരണം ഇവിടെയുള്ള ഈ റഅഫത്ത്, ഈ റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ദുനിയാവിലെ റഅഫത്തും റഹ്മത്തുമല്ല, മറിച്ച് ആഖിറത്തിൽ ഉള്ള റഅഫത്തും റഹ്മത്തുമാണ്. ദുനിയാവിൽ ഉള്ള റഹ്മത്ത് അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്കെല്ലാം അല്ലാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും റഹ്മത്തായിട്ടാണ് നബിയെ തങ്ങളെ നാം അയച്ചിട്ടുള്ളത് എന്നല്ലാഹു പറയുമ്പോൾ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന ഈ പരാമർശം അത് മുഅ്മിനീങ്ങളെ കൊണ്ട് മാത്രം പറയുമ്പോൾ ആഖിറത്തിലെ റഹ്മത്താണ് ഉദ്ദേശമെന്നും ദുനിയാവിലെ റഹ്മത്തല്ല എന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ദുനിയാവിലെ റഹ്മത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, മുഅ്മിനീങ്ങൾക്കും കാഫിരീങ്ങൾക്കും ജന്തു ജീവജാലങ്ങൾക്കെല്ലാം റസൂലുള്ളാഹി തങ്ങളെ റഹ്മത്ത് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റഹ്മത്ത് കൊണ്ട് വിജയിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.